അപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യനിലെ ഈ സെക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തിനൊക്കെയാണ് ഉള്ളത്? ആർക്കെങ്കിലും അറിയോ? എന്താണ് ഈ സെക്ഷൻ എന്നൊക്കെ പറയുന്നത്? അണ്ടർ സെക്ഷൻ, അണ്ടർ ആർട്ടിക്കിൾ, അറിയോ? ഇല്ല സർ, ബട്ട് 395 സെക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് IPC, ഫാമിലി ലോ, ഹിന്ദു ലോ, മുസ്ലിം ലോ, അതുപോലെ തന്നെ കോൺട്രാക്ട് ആക്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഓരോരോ ആക്ട്സ് ആണ്. ഓക്കെ, ഇപ്പൊ ലോ പഠിക്കുന്ന നിങ്ങൾ ഫസ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലോ പഠിക്കാനുണ്ട്. കോൺട്രാക്ട് ഉണ്ട്, അതുപോലെ തന്നെ IPC ഉണ്ട്, പിന്നെ CRPC ഉണ്ട്, CPC ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്ന ജസ്റ്റ് ഇന്ത്യയുടെ ഭരണഘടന. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ആർട്ടിക്കിൾസ് എന്നൊക്കെ അറിയണം. അപ്പൊ ഞാൻ അതിനു മുമ്പ് സിമ്പിൾ ആയിട്ട് ഇന്ത്യയുടെ ഭരണത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് മലയാളത്തിൽ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അപ്പോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനടുത്ത് ചോദിക്കുക, ഇന്റർപ്രിറ്റ് ചെയ്യുക. കാരണം ഇതൊരു കോൺവെർസേഷൻ ആയിട്ട് പോയിട്ടേ കാര്യം. അപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഭരണം എങ്ങനെയാണ് നടക്കുന്നത്? സെന്റർ ഉണ്ട്, സ്റ്റേറ്റ്സ് ഉണ്ട്, അല്ലെ? സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ഇന്ത്യയിലെ MP മാരൊക്കെ ലോക്സഭയിലെത്തി. അതിന് ലോക്സഭയ്ക്ക് ഒരു ലീഡറെ തിരഞ്ഞെടുത്ത് പ്രൈം മിനിസ്റ്ററായി, അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ്. ഓരോ സ്റ്റേറ്റിനും MLA മാരുണ്ട്, അല്ലെ? അപ്പോ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് സ്റ്റേറ്റിൽ MLA മാരുണ്ട്. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് ഞാൻ സ്റ്റേറ്റിന്റെ ഇലക്ഷൻ. നമുക്കറിയാം MLA-ന്റെ ഇലക്ഷൻ നമ്മളൊക്കെ ഡയറക്റ്റ് എലക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും. കേരളത്തിൽ എത്ര MLA-മാരാണ് മൊത്തം ഉള്ളത്? എത്ര MLA-മാരാണ് കേരളത്തിൽ മൊത്തം ഉള്ളത്? തെറ്റിക്കോട്ടെ, അറിയാവുന്നത് പറഞ്ഞു. നിങ്ങളുടെ ഒരു അറിയാവുന്നത് പറഞ്ഞു. 140. അപ്പൊ 140 MLA-മാരാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിക്കും ഓരോ MLA-മാര്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ തന്നെയാണ്, ഡയറക്റ്റ് ഇലക്ഷൻ ആണ്. അങ്ങനെ 140 ആളുകൾ എത്തി. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു MLA-മാര് സംവിധാനമുണ്ട്. ഇനി നിങ്ങളുടെ ഒരു അറിവിലേക്ക്, നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന് രാജ്യസഭ, ലോക്സഭ എന്ന് പറഞ്ഞിട്ട് 2 ഹൗസ് ഉണ്ട്. കേരളത്തിൽ അതുപോലെ ഉണ്ടോ? കേരളത്തിൽ അങ്ങനെ 2 ഹൗസ് ഉണ്ടോ? ഇല്ല സർ. ഇല്ല, ഒരു ഹൗസ് മാത്രമേ, ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് 7ഓളം സംസ്ഥാനങ്ങളില് എന്തുണ്ട്? 2 ഹൗസസ് ഉണ്ട്. കർണാടകയിലും ഒക്കെ അത് അത്ര ഇപ്പൊ ആക്റ്റീവ് അല്ലെങ്കിലും ഇപ്പോഴും നിലവിലുണ്ട്. കർണാടക, അതുപോലെ തന്നെ ഉത്തർപ്രദേശ്, പിന്നെ മധ്യപ്രദേശ്, അതുപോലെ തന്നെ ആസാമിലുണ്ടായിരുന്നു. അപ്പോ അവിടെയും ഈ അതിന് പറയുന്ന പേര് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് അതിന് പറയുന്ന പേര്. ഓക്കെ, തെലങ്കാനയിലും ഉണ്ട്. അപ്പൊ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുമ്പോൾ അത് നോമിനേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളാണ്. അത് ജനങ്ങൾ ഡയറക്റ്റ് എലക്ട് ചെയ്യുന്നതല്ല. ഈ അതിന്റെ മെമ്പേഴ്സിന്റെ എണ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കാം. അങ്ങനെയും 2 ഹൗസസ് ആയിട്ട് ഈ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നതിന് കേരളത്തിൽ ഇപ്പം MLA-മാര് വിചാരിച്ചാൽ നിയമങ്ങൾ പാസ്സാക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഈ മറ്റുള്ള ഈ 7 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ 2 ഹൗസിന്റെ പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ എന്തുണ്ട്? 2 ഹൗസസ് അങ്ങനെ ചില സ്ഥലത്തുണ്ട്. പിന്നെ ഇനി രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സെൻട്രൽ ഗവൺമെന്റ് ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുക? ലോക്സഭയിലേക്ക് ആളുകളെ MP-മാരെ തിരഞ്ഞെടുക്കും. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്? പെട്ടെന്ന് പറയും. 20. അപ്പൊ 20 ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കേരളത്തിൽ നിന്ന് MP-മാരെ തിരഞ്ഞെടുത്തിട്ട് ആ 20 ആൾക്കാരാണ് കേരളത്തിലെ MP-മാരായിട്ട് ലോക്സഭയെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വന്നിട്ടുള്ള ആളുകള് ലോക്സഭയിൽ എത്തിയിട്ട് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിക്കാണോ ഭൂരിപക്ഷം ഉള്ളത് ആ പാർട്ടി ഇന്ത്യ ഭരിക്കും. ഏറ്റവും കൂടുതൽ MP-മാർ ആർക്കാണോ ഉള്ളത്. അതില് ഈ ഒരു പാർട്ടിക്കും സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു 2-3 പാർട്ടികൾ കൂടിയിട്ട് ഒന്നായിട്ട് വന്നിട്ട് അലയൻസ് ആയിട്ട് എന്ന് വെച്ചാൽ ഒന്നിച്ച് ഭരിക്കുക എന്നുള്ള രീതിയിൽ ഇപ്പൊ കേരളത്തില്
UDF-ന്റെ ഭരണകാലത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ LDF-ന്റെ ഭരണകാലത്ത് CPM-ഉം CPI ഒക്കെ അലയൻസ് കൂടി ചെയ്യുന്നത് പോലെ, സെൻട്രൽ ഗവൺമെന്റിന്റെ UPA ഭരിച്ച സമയത്ത് കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ മറ്റുള്ള DMK എന്നിങ്ങനെ പറയുന്ന ഒരുപാട് റീജിയണൽ പാർട്ടീസ് ഉണ്ടാവും. ആ റീജിയണൽ പാർട്ടീസ് ഒക്കെ കൂടിയിട്ടാണ്, തൃണമൂൽ കോൺഗ്രസ് ഒക്കെ വേറെ പാർട്ടിയാണ്, ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ കൂടിയിട്ടാണ് ഭരിക്കുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു കക്ഷിക്ക്, ഇപ്പം BJPക്ക് ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇന്നുണ്ട്. ഓക്കെ, എന്നാലും അവര് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കുറച്ച് AIADMK തമിഴ്നാട്ടിലൊക്കെ അലയൻസിന്റെ പാർട്ടായിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ അലയൻസ് ആയിട്ട് കൂടിയിട്ടാണ് ഭരിക്കുന്നത്. കാരണം അവരുടെ സപ്പോർട്ടുകൾ കൃത്യമായിട്ട് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും അവർക്കും മിനിസ്ട്രി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഭരണം തുടരുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഒന്നിക്കണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് സ്വന്തമായിട്ട് ഭരിക്കാം, അല്ലെങ്കിൽ ഒറ്റക്ക് കുറെ പാർട്ടികൾ കൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നും പറഞ്ഞിട്ട് ഒന്നിച്ച് ഭരിക്കാൻ തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് ഭരണം കൊണ്ടുവരാം. അപ്പൊ ഇങ്ങനെയാണ് ലോക്സഭയിലെ ഭരണം. ലോക്സഭയിൽ എത്ര സീറ്റാണുള്ളത് മൊത്തമായിട്ട്? 545 സർ. 545 സീറ്റാണ് ഇപ്പോ ഉള്ളത്. പക്ഷെ എത്രത്തോളം ആവാം, മാക്സിമം എത്രത്തോളം ആവാം? ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ലോക്സഭയിൽ 552 ആയിരുന്നു, 552 ആയിരുന്നു. ആ 2 എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോസ് ആണ്. അപ്പൊ ആ 2 എന്തായി? ഇപ്പൊ 104ാമത്തെ അമെന്റ്മെന്റ്, ഞാൻ ഇന്നലെ പറഞ്ഞ അമെന്റ്മെന്റ് എന്നുള്ള പരിപാടി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഓൾറെഡി ഉള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുക. അങ്ങനെ പണ്ട് ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ? അറിയോ ആരാണ് ആംഗ്ലോ ഇന്ത്യൻസ്? പണ്ട് അപ്പോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ എന്നുവെച്ചാൽ ഇവിടെ കൂടിയ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ, ബ്രിട്ടീഷുകാരെ ചിലപ്പോൾ വെളുത്തിട്ടായിരിക്കും. നിങ്ങൾ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, വളരെ വെളുത്തിട്ടുള്ള ഒരു ആളുകളാണ്. ഓക്കെ, അപ്പോ ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകളെ റെപ്രസെന്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ അവർക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അവരെ ഒരിക്കലും ഇവിടെയുള്ള ഇന്ത്യക്കാരെ എലക്ട് ചെയ്ത് ഇതിലേക്ക് എത്തില്ല, നമ്മളെ ഈ റിസർവേഷൻ ഒക്കെ പോലെ. അങ്ങനെ 2 ആളുകളെ പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ നോമിനേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ 104ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം പറഞ്ഞു ഇനി അങ്ങനെ വേണ്ട, അവർ നേരിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലാതെ അവർക്ക് പ്രത്യേക റിസർവേഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് 104ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ഈ ആംഗ്ലോ ഇന്ത്യൻസിനുള്ള സ്പെഷ്യൽ കൺസിഡറേഷൻ എടുത്തു. അപ്പൊ ഇനിയിപ്പോ മാക്സിമം മെമ്പേഴ്സ് ലോക്സഭയിൽ ഉണ്ടാവുക 550 ആണ്. ഓക്കെ, പക്ഷെ നിലവില് 543, 545 ഒക്കെയാണ്. അതിപ്പോ ഫില്ലാവാത്ത സീറ്റുകൾ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ മാക്സിമം കൂടി വന്നാൽ, ഇപ്പൊ നിലവിൽ 543, 545 ആണുള്ളത്. കൂടി വന്നാൽ ഏറ്റവും കൂടിയാൽ 550. അതിലും കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ മണ്ഡലങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ അമെന്റ്മെന്റുകൾ കൊണ്ടുവരേണ്ടി വരും. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് 550 പോരാ 600-ൽ കൂടുതൽ MP-മാരെ നമ്മുടെ റെപ്രസെന്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ എല്ലാവരും കൂടെ 2/3 മെജോറിറ്റിയിലൊക്കെ അത് പാസ്സാക്കി കൊണ്ടുവരണം. അപ്പൊ നിലവില് ലോക്സഭയിൽ എത്ര മണ്ഡലങ്ങൾ മാക്സിമം എന്നുള്ള നമ്പർ, ഇൻ ലോക്സഭ മാക്സിമം ഹൗ മച്ച് മെമ്പേഴ്സ് ക്യാൻ ബി അക്കോമഡേറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരം 550 ആയിരിക്കണം. അതേ സ്ഥാനത്ത് കറന്റ്ലി ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 545 ആണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? 245 അല്ലേ? അവിടെയും 252 ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ 252 ഉണ്ടായിരുന്നു. ഇപ്പൊ 245 എന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കറന്റ്ലി എന്നുള്ളത് കൊടുത്തിട്ട് എഴുതാം. മാക്സിമം എന്നുള്ള ഉത്തരത്തിന് നിങ്ങൾ 250 കൊടുക്കണം. ആ 250 എങ്ങനെയാണ് ആവുന്നത് അറിയോ? ലോക്സഭയിൽ ഞാൻ പറഞ്ഞു 545 യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റിൽ നിന്നൊക്കെ എലക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് വരുന്നത്. മാക്സിമം പോയ 550. പക്ഷെ രാജ്യസഭയിൽ അങ്ങനെയല്ല. രാജ്യസഭയിൽ എങ്ങനെയാ വരുന്നത്? രാജ്യസഭയിൽ വരുന്നത് സ്റ്റേറ്റിൽ നിന്ന് MLA-മാരെ എലക്ട് ചെയ്തിട്ട് ഓരോരുത്തരും വരും. കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 9ഓളം ആളുകളാണ്. അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇപ്പോ 20ന്റെ നേരെ പകുതിയൊക്കെ അനുസരിച്ചിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ 20ആണ് ലോക്സഭ എന്നുണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് 9 ജനസംഖ്യയുടെ ഇതൊക്കെ അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ 9 ആളുകൾ MLA-മാര് കൂടിയിട്ട്
പറഞ്ഞിട്ട് ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് MLA എന്ത് ചെയ്യും? രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ എലക്ട് ചെയ്ത് പറഞ്ഞിരിക്കും. അപ്പൊ രാജ്യസഭയില് 245 എന്ന് പറയുന്നതില് അല്ലെങ്കിൽ 250ഓളം പറയുന്നത്, അതിൽ 238ഓളം ആളുകളെ സ്റ്റേറ്റിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും എലക്ട് ചെയ്തിട്ട്, യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് പോണ്ടിച്ചേരിക്കും ഡൽഹിക്കും എന്തുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉള്ള യൂണിയൻ ടെറിട്ടറിയാണ്, മറ്റുള്ള സ്ഥലങ്ങൾക്കില്ല. അപ്പോ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറി ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ MP ആയിട്ട്, രാജ്യസഭ MP ആയിട്ട് എലക്ട് ചെയ്ത് പറഞ്ഞിരിക്കും. അങ്ങനെ പറഞ്ഞേക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ 238 ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷം ഇപ്പൊ കഴിഞ്ഞ എൻട്രൻസിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇൻ രാജ്യസഭ ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ടു ബി ഫ്രം സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി എന്നുള്ളത്. മാക്സിമം എത്ര, ഏറ്റവും കൂടിപ്പോയാൽ. അപ്പൊ പല ആളുകളും 250 ഉണ്ടാവും, 245 ഉണ്ടാവും. അപ്പൊ അതിന്റെ ഉത്തരം എത്രയാണ്? ഞാൻ ചോദിക്കുകയാണ്, രാജ്യസഭയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്ന, സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും ഇലക്ട് ചെയ്യപ്പെടുന്ന MP എത്രയാണ് ഉണ്ടാവുക? മാക്സിമം കൂടിപ്പോയാൽ എത്ര വരെ? യെസ്, 238. കറക്റ്റ് ആൻസർ. അപ്പൊ കാരണം എന്താണ്? 12 പേരെ പ്രസിഡന്റ് എന്താക്കുന്നതാണ്? ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രസിഡന്റ് എന്തിനാണ് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നത്? സിനിമകളിൽ, ആർട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ അങ്ങനെയുള്ള എക്സംപ്ലറി കാര്യങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളെ പ്രസിഡന്റ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യും, 12 ആളുകളെ. അപ്പൊ 238 ഇതിന്റെ ഉത്തരം. അപ്പൊ ടോട്ടൽ മെമ്പർ എത്രയാണ് രാജ്യസഭയിലുള്ളത്? 250. 238 സ്റ്റേറ്റിൽ നിന്നും യൂണിയൻ ടെറിട്ടറിയിൽ നിന്നും ഇലക്ട് ചെയ്തിട്ട് എത്തുന്നത്. ഇപ്പൊ ഈ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇപ്പൊ രാജ്യസഭ എന്താണെന്ന് ക്ലിയർ ആയി, MLA എന്താണെന്ന് ക്ലിയർ ആയി. ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട്, രാജ്യസഭയിലെ അല്ലെങ്കിൽ ലോക്സഭയിലെ ലീഡർ ആണ് ആര്? പ്രൈം മിനിസ്റ്റർ. ഓക്കെ, ഇനി ഈ ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയാം? അതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറയുന്ന ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയും. എന്താണ് രാജ്യസഭ എന്ന് പറയും, എന്താണ് ലോക്സഭ എന്ന് പറയും, പ്രസിഡന്റ് ആരാണ്, പ്രൈം മിനിസ്റ്റർ റോൾ എന്താണ്, ജുഡീഷ്യറി എന്താണ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാതെ വേറൊരു കാര്യമല്ല. അതുപോലെ തന്നെ പൗരന്റെ അവകാശങ്ങൾ എന്താണ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 395 എത്തുമ്പോഴേക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയില് ഭരണം സെപ്പറേറ്റ് പവേഴ്സ് ആണ്. ഇന്ത്യയിലെ ഭരണങ്ങള് 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അറിയാം? 3 തലമായിട്ട് ഇന്ത്യയിലെ ഭരണം തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതെ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ ലെജിസ്ലേച്ചേഴ്സിന്റെ ജോലി എന്താണ്? നിയമനിർമ്മാണം അല്ലേ സർ? നിയമനിർമ്മാണം. അപ്പൊ ഈ MLA MP ജോലി എന്താണ്? എന്തിനാണ് MLA, എന്തിനാണ് MP? കുറെ നാട്ടില് പരിപാടി നടത്താനും അല്ലെങ്കിൽ റോഡ് വികസനങ്ങൾ നടത്താനാണ് MLA MP നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. MLA MP പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുക, ഓൾറെഡി ഉള്ള നിയമങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുക, അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ട് അതിന് ഏത് രീതിയിൽ പരിഹാരങ്ങൾ കൊണ്ടുവരാൻ പറ്റും നോക്കുക. ഡെവലപ്മെന്റ് അതിന്റെ വേറൊരു ഭാഗമാണ്. അത് ഗവൺമെന്റിലേക്ക് എത്തിക്കേണ്ടത് MLA ഡ്യൂട്ടിയാണ്. പക്ഷെ MLA MP മെയിൻ ഡ്യൂട്ടി എന്താണ്? നിയമനിർമ്മാണത്തിന്റെ ഭാഗമാവുക. നിങ്ങൾ പ്രൈവറ്റ് ബില്ല് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? MP ഇപ്പോ ഒരു ഉദാഹരണത്തിന് ശശി തരൂർ ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചു എന്ന് വെച്ചാൽ ഒരു MPക്ക് സ്വന്തമായിട്ട് ഒരു ബില്ല് എന്നുള്ള കാര്യമാണ്. നമ്മൾ നിയമനിർമ്മാണത്തിന് മുമ്പ് അവതരിപ്പിക്കുന്ന സാധനത്തിനാണ് ബില്ല് എന്നുള്ള കാര്യം പറയുന്നത്. ഈ ബില്ല് എന്ന് പറയുന്നത് എന്തിനാണ്? എനിക്കൊരു പുതിയ നിയമം ഉണ്ടാക്കണം. അപ്പോ ഈ പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്, ഇത് പോക്കാൻ വേണ്ടിയിട്ട്, ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പുതിയൊരു നിയമം ഉണ്ടാക്കണം. അപ്പൊ ഞാനൊരു കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് ലോക്സഭയിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യും. ഈ പ്രസന്റ് ചെയ്യുന്ന സാധനത്തിന് ബില്ല് എന്ന് പറയും. അത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത്, എല്ലാ MLA MP ഒക്കെ ഡിസ്കസ് ചെയ്ത് എന്നിട്ട് പറയാണ്, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാവരും കണ്ട വിഷയമാണ്, ഈ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം, ഇതിനു വേണ്ടി പുതിയൊരു നിയമനിർമ്മാണം ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി സമ്മതിച്ച് അതൊരു
ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് ചെയ്ത് പാസ്സാക്കി കഴിഞ്ഞാലാണ് എന്താകുന്നത്, ഒരു ബില്ല് നിയമമായിട്ട് അല്ലെങ്കിൽ ആക്ട് ആയിട്ട് മാറുന്നത്. അതിന്റെ ഏറ്റവും ചെറിയ എക്സാമ്പിള് ഇപ്പൊ അടുത്തുണ്ടായിട്ടുള്ള CAയുടെ പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. ഓക്കെ, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആക്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് അമിത്ഷാ സ്വന്തമായിട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ അമിത്ഷാ എന്ത് ചെയ്തു, യൂണിയൻ മിനിസ്റ്റർ കൊണ്ടുവന്ന് ലോക്സഭയിൽ പ്രസന്റ് ചെയ്തു. എന്നിട്ട് BJPയിലുള്ള എല്ലാ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ലോക്സഭയിൽ ഏറ്റവും കൂടുതലുള്ള ആരാണ്? BJP ആണ്. അപ്പൊ BJP അതിനെ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ഭൂരിപക്ഷ ഗവൺമെന്റിൽ സപ്പോർട്ട് ചെയ്ത് അത് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത് ജയിക്കുന്ന ആളുകളുടെ ബില്ല് എന്തായാലും പാസ്സാകും. അങ്ങനെ ലോക്സഭയിൽ പാസ്സായി. ലോക്സഭയിൽ പാസ്സായാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭയിലേക്ക് അയച്ചു, രാജ്യസഭയിലും പാസ്സായില്ല. കാരണം രാജ്യസഭയിലും BJPക്ക് അലയൻസിലോട് കൂടി, ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും അലയൻസോട് കൂടി പല പാർട്ടികളും പിന്തുണച്ചത് കൊണ്ട് അത് പാസ്സായി. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഒരു നിയമനിർമ്മാണം നടക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സർ, പ്രസിഡന്റിന്റെ സൈൻ വേണ്ടേ? അതിനുശേഷം പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് കൂടിയാണ് ആക്ട് ആവുന്നത്. ഓക്കെ, ഈ രാജ്യസഭയും ലോക്സഭയും കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടുകൂടി നിയമം ആക്ട് ആയി മാറും. അപ്പോ ഒരു പാർലമെന്റ്, വാട്ട് ഈസ് എ പാർലമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടിയാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷനിൽ കാണും എന്താ പാർലമെന്റ്, ലോക്സഭയും രാജ്യസഭയാണോ, ലോക്സഭ രാജ്യസഭ പ്രസിഡന്റ് ആണോ, അല്ലെങ്കിൽ ലോക്സഭ മാത്രമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് പാർലമെന്റ്. അതുപോലെ തന്നെ കേരളത്തിൽ എന്ത് വേണം? ഗവർണറുടെ ഒപ്പ് വേണം. ഓക്കെ, ഗവർണർ ഒപ്പ് കൊടുക്കണം. കേരളത്തിൽ ഒരു നിയമം പാസ്സാക്കി അത് ആക്ട് ആയി മാറണമെന്നുണ്ടെങ്കിൽ ഗവർണർ ഒപ്പ് വെക്കണം. പക്ഷെ ഗവർണർക്ക് ഒപ്പ് വെക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഒരു ക്ലോസും ഉണ്ട്. കാരണം മിനിസ്റ്ററുടെ അഡ്വൈസിലാണ് പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഭരണഘടന പറയുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ അപ്പൊ നിയമനിർമ്മാണം എന്താണെന്ന് മനസ്സിലായി, ലോക്സഭ എന്തിനാണെന്ന് മനസ്സിലായി, രാജ്യസഭ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞു. മനസ്സിലായല്ലോ അല്ലോ? അത് മൂന്ന് മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് വരാം. നമുക്ക് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ലെജിസ്ലേച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ഞാനിപ്പോ പറഞ്ഞത്. MLA-മാരുടെ MP-മാരുടെ ഒക്കെ പണി ഈ നിയമനിർമ്മാണം. അപ്പൊ ലെജിസ്ലേച്ചേഴ്സ് ആണ് ഏറ്റവും ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ. പിന്നെ രണ്ടാമതായിട്ടുള്ളതാണ് എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഈ പ്രസിഡന്റിന്റെ അണ്ടറിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഉള്ള IAS, IPS, പോലീസ് സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ തലവന്മാരായിട്ടുള്ള ആളുകൾ, ഇതൊക്കെ എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്? എക്സിക്യൂട്ടീവിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ ലെജിസ്ലേച്ചേഴ്സ് നിയമം ഉണ്ടാക്കുന്നു, ആ നിയമങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാകും. എക്സിക്യൂട്ടീവ്സിന്റെ ഏറ്റവും വലിയ അപ്പോയിന്റ്മെന്റിംഗ് പവർ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? IAS ഓഫീസേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്നു, IPS ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നു, ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മൂന്നാമത്തതാണ് ജുഡീഷ്യറി. ജുഡീഷ്യറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി മുതലുള്ള ജുഡീഷ്യറിക്ക് ഈ നിയമങ്ങൾ ഉണ്ടാക്കിയതിന് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്. ഇപ്പൊ CAയുടെ വിഷയത്തിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി ശരിയാണോ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് എന്ന് ചെക്ക് ചെയ്യുന്നത് ആരാണ്? ജഡ്ജിമാരാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുന്നത് നമ്മൾ ആരേക്കാണ് പോവുക? കോടതിയിലേക്കാണ് പോവുക. ഗവൺമെന്റ് തെറ്റുകാരാകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് വിധി വരാൻ ആരേക്കാണ് പോവുക? കോടതിയിലേക്കാണ് പോവുക. അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ്? ഇപ്പൊ പോലീസ് ഫെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോലീസിലേക്ക് നമ്മൾ കേസ് ഫയലും പിന്നെ അത് മൂവ് ഓൺ ചെയ്ത് തീർപ്പാക്കുന്നവരാണ്? ജുഡീഷ്യറിയാണ്. ഇപ്പൊ ഇന്ത്യയിലെ 3 തരം കാര്യങ്ങൾ, ഒന്ന് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇത് മൂന്നും വേറെ വേറെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനാണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. കാരണം പ്രധാനമന്ത്രിക്ക്, ലെജിസ്ലേച്ചറിന്റെ ഏറ്റവും ഹെഡ് പ്രധാനമന്ത്രിയാണോ, സെൻട്രൽ ഗവൺമെന്റ്. പ്രധാനമന്ത്രിക്ക് സുപ്രീം കോടതിയോട് പറഞ്ഞുകൂടാ നിങ്ങൾ ആ കേസ് എടുക്കരുത് എന്ന് പറയാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കില്ല. അത് അതിന്റെ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്, അതിന്റെ സ്വാതന്ത്ര്യമാണ്, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറിക്ക് എന്ത് പറയാൻ പറ്റില്ല, ജഡ്ജിക്ക് എന്ത് പറയാൻ പറ്റില്ല, നിങ്ങൾ നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്ന അധികാരം ആർക്കില്ല? ജഡ്ജിമാർക്കും ഇല്ല. അപ്പൊ അത് രണ്ടും ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് നമുക്ക് ദ ഹോളി ബുക്കാണ് എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഒരു നിയമം തെറ്റായ രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടാക്കി എന്താ ചെയ്യുക? അതിനെതിരെ നമ്മൾ കേസിന് പോകും. അപ്പൊ കേസിന് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കുറെ ജഡ്ജിമാർ തിരിഞ്ഞ് ഇരുന്ന് ഭരണഘടന നോക്കി അതും ഇതും ഒക്കെ ഇന്റർപ്രിറ്റ് ചെയ്ത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയും. ഓക്കെ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആ നിയമം പിൻവലിക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് ജഡ്ജിമാർ പറയണം ഞങ്ങൾക്ക് ഇതില്
ഇടപെടുന്നതിൽ അധികാര പരിധികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് വിടും. അപ്പോൾ 5-8 ആൾക്കാർ കൂടിയിട്ട് തീരുമാനിക്കും, അല്ലെങ്കിൽ 5 ആൾക്കാരുള്ള ബെഞ്ച് തീരുമാനിച്ചു, 7 പേരുള്ള ബെഞ്ച് തീരുമാനിച്ചു, 13 പേരുള്ള ബെഞ്ച് തീരുമാനിച്ചു എന്നൊക്കെ പറയുന്നതിനാണ്. വലിയ സംശയങ്ങളുള്ള നിയമങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് ജഡ്ജിമാർ കൂടി ഇരുന്നിട്ട് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഒപ്പീനിയൻ ഏതാണെന്നോ എല്ലാവരും കൂടി സമ്മതിക്കുന്ന ഒരു ഒപ്പീനിയൻ നോക്കിയിട്ട് അത് തീരുമാനിക്കും എന്താണ് നിയമം ഉള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഓക്കെ, ഇത് 3 മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഭരണം നടക്കുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ അല്ല. അപ്പോ ഇനി വേറെന്താണ് ഇന്നലെ ഞാൻ പറഞ്ഞ ടേംസില് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? ഏതെങ്കിലുമൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചു. കാരണം നിങ്ങൾക്ക് ഇപ്പോ ഒരു ഐഡിയ കിട്ടി അല്ലെ? ഇനി ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്, അല്ലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഒരു ബുക്കാണ്. ഓക്കെ, ആർട്ടിക്കിൾ 1 മുതൽ 5 വരെ പറയുന്നത് ഇന്ത്യയുടെ സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റിന്റെ യൂണിയൻ ടെറിട്ടറീസ് ഏതാണ്, എന്തൊക്കെയാണ് ടെറിട്ടോറിയൽ പവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. 5 മുതൽ 11 വരെ പറയുന്നത് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, പൗരത്വം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് പൗരത്വം കൊടുക്കുക, എന്തൊക്കെയാണ് സിറ്റിസൺഷിപ്പിൽ വരിക, എങ്ങനെയാണ് പൗരത്വം കിട്ടുക, ആ കാര്യങ്ങൾ പറയും. 12 പറയുന്നത് എന്താണ് സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യാണ്. 13 പറയുന്നത് മൗലികാവകാശത്തിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജുഡീഷ്യറി കേസിന് പോവാന്നുള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ 13 മുതൽ 14 മുതൽ ഫണ്ടമെന്റൽ റൈറ്റ് തുടങ്ങുന്നത്, റൈറ്റ് ടു ഈക്വാലിറ്റി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 32 എത്തുമ്പോൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നും പറഞ്ഞിട്ട് നമ്മൾ 6 ആർട്ടിക്കിളിന്റെ കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വെക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളത് ഒരു സ്റ്റേറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, സ്റ്റേറ്റിൽ എന്തൊക്കെ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യണം, ഹെൽത്ത് എങ്ങനെയായിരിക്കണം, എഡ്യൂക്കേഷന്റെ കാര്യമൊക്കെ നോക്കണം എന്നിങ്ങനെയുള്ള ഗൈഡൻസ് പറയുന്നതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് 36 മുതൽ 51 വരെ. പിന്നെ അതിനുശേഷം എന്ത് പറയാണ്, പ്രസിഡന്റ് ആരാണെന്ന് പറയും, പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് പറയും, ഗവർണർ ആരാണെന്ന് പറയും എന്നിങ്ങനെ ഓരോന്നും എണ്ണി പറഞ്ഞു പോകും. ഓക്കെ, അതിനിടക്ക് കോടതിയുടെ പവർ എന്താണ്, ഹൈക്കോടതിയുടെ പവേഴ്സ് എന്താണ്, സുപ്രീം കോടതിയുടെ പവേഴ്സ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സിമ്പിൾ ബുക്കാണ് എന്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് UPSC വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സ്റ്റേറ്റ് PSC വർക്ക് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എങ്ങനെയായിരിക്കണം, ജുഡീഷ്യറി എങ്ങനെയായിരിക്കണം, ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്തിനാണ്, MP-മാരുടെ ഡ്യൂട്ടീസ് എന്താണ്, പാർലമെന്റിന്റെ പ്രത്യേകത എന്താണ്, ആരൊക്കെയാണ് പാർലമെന്റ്, എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു തരും. ഓക്കെ, അപ്പോ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഹിസ്റ്റോറിക്കലി ഈ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നിയമങ്ങളിൽ നിന്ന് മാറ്റി പുതിയ നിയമങ്ങൾ വന്നു, പുതിയ കമ്മിറ്റികൾ വന്നു. ലാസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 വന്നു. അതിനുശേഷം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് പുതിയൊരു ഭരണഘടന അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മൾ 7-5-6 ആൾക്കാരെ വെച്ചിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ വെച്ചു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അംബേദ്കറെ വെച്ചു. അത് 200 ചില്ലാനത്തോളം ആളുകളെ ജനങ്ങളെ ഡയറക്റ്റ് എലക്ട് ചെയ്തിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി തന്നു അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇതിൽ എന്താണ് മനസ്സിലാവാത്തത്, എന്തെങ്കിലും കോംപ്ലക്സിറ്റീസ് തോന്നുന്നുണ്ടോ? ചോദിച്ചു. സർ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കുറിച്ച് ഒന്ന് പറയാം. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ഈ നമുക്കൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജവഹർലാൽ നെഹ്റു സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ എത്തിക്സ്, അതിന്റെ ഫിലോസഫി ഉള്ള കാര്യങ്ങളൊക്കെ ജവഹർലാൽ നെഹ്റു സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മൂവ് ഓൺ ചെയ്യാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. ഒരു ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കണം, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം. ഡിസംബർ 9, 1946 എന്ത് ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് മീറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി കൂടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു എണീറ്റ് നിന്നിട്ട് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കണം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ആയിരിക്കണം, അതിൽ സോഷ്യലിസം വേണം, അതിൽ സെക്യുലറിസം വേണം. അതിൽ സെക്യുലർ എന്നുള്ള വാക്ക് പിന്നീടാണ് ആഡ് ഓൺ ചെയ്തതെങ്കിലും ഭരണഘടന സെക്യുലർ ആയിരിക്കണം. കാരണം നമ്മളെ പുതിയൊരു രാജ്യം ഉണ്ടാക്കുകയാണ്. ഈ രാജ്യം എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ആണിത്.
ഓക്കെ, നമുക്ക് എന്തുകൊണ്ട് രാജാവ് ഭരിക്കുന്ന രാജ്യമായിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ള ഇപ്പൊ US പോലെ 2 സിറ്റിസൺഷിപ്പ് ഉള്ളതായിക്കൂടാ? അങ്ങനെ പലതും ആവായിരുന്നല്ലോ. കാരണം ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയല്ല, അന്നും നാട്ടുരാജ്യങ്ങളാണ്. അന്ന് കാശ്മീർ വേറെതാണ്, ഹൈദരാബാദ് വേറെതാണ്, തിരുവിതാംകൂർ വേറെതാണ്. അപ്പോ അതിനൊക്കെ ഒന്നിച്ചു കൊണ്ടുവന്ന് സംസാരിച്ച് ടോക്കുകൾ നടത്തി കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു ഒരു ഭരണഘടന എന്ന് പറയുന്നത് ജസ്റ്റ് കുറച്ച് ആളുകൾ എഴുതിയ നിയമ ബുക്കാണ്. ആ നിയമ ബുക്ക് നമ്മൾ ഇന്ത്യയിൽ ഇത്രയും ആളുകളെ വിശ്വസിപ്പിക്കണം, നിങ്ങൾക്ക് ഇതിൽ സംരക്ഷണം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ജവഹർലാൽ നെഹ്റു ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് പ്രസന്റ് ചെയ്ത കാര്യമാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഡിസംബർ 13, 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ സർ. ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ? പറഞ്ഞോളൂ. ഇനി വേറെ എന്താണ് അറിയാനുള്ളത്? നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. ഇൻട്രൊഡക്ഷന്റെ ഒരു ക്ലാസ് റെക്കോർഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ആർട്ടിക്കിൾ 1 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആർട്ടിക്കിൾ 1 മുതൽ എല്ലാം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അടക്കം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഫാത്തിമ, സനക്കെല്ലാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയി സർ. അപ്പോ ഇന്നലെ പറഞ്ഞതില് ഒരു പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ? ഇന്നലെ പറഞ്ഞതില് നമ്മൾ ഒരുപാട് മറ്റു കോൺസ്റ്റിറ്റ്യൂഷനിൽ കടം എടുത്തിട്ടുണ്ടല്ലോ. അതെ, സോഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ നോട്ട് എനിക്ക് കംപ്ലീറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ സർ PDF സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് എഴുതിയെടുത്തോണ്ട്. അത് PDF സെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അവരുടെ എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അവിടെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനെ റെഫർ ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഓരോ രാജ്യത്തു നിന്ന് ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. അതിൽ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ഈ എമർജൻസി പ്രൊവിഷൻ, എന്താണ് ഈ പാർലമെന്റ് എങ്ങനെയായിരിക്കണം, ലോക്സഭ രാജ്യസഭ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഈ ബൈക്യാമറലിസം. നമുക്ക് രാജ്യസഭ 2 ഹൗസസ് ഉണ്ടാവണം എന്നുള്ളത്, രണ്ട് സ്ഥലത്ത് നമ്മൾ നിയമം ചർച്ച ചെയ്യണം എന്നുള്ളത്. പിന്നെന്താണ് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ളത്? DPS, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള കാര്യം ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ വേറെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്ത സാധനം നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്തതാണ്. ഓക്കെ, അല്ലാതെ പുതിയൊരു ഭരണഘടന എവിടെ എക്സിസ്റ്റ് ചെയ്യാത്ത പുതിയൊരു സാധനം ഉണ്ടാക്കിയതല്ല. അത്ര മാത്രമേ ഉള്ളൂ. അത് ഏത് രാജ്യത്തു നിന്നാണ് ഈ കാര്യങ്ങൾ എടുത്തിട്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ PDF 1 by 1 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യാം. അതിൽ ഏതെങ്കിലും ടേം ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ ഓക്കെ സർ. ഇനി വേറെന്താണ് പറയാനുള്ളത്? ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഒരു ഡൗട്ടും ഇല്ലേ? അൻഷിതക്കെല്ലാം ക്ലിയർ ആയോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആയിട്ടുണ്ട്. അൻഷിത് CK, അൻഷിത് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. അൻഷിതിന്റെ ഹെഡ്ഫോൺ എന്തോ കംപ്ലൈന്റ് ഉള്ളത് പോലെയാണ് തോന്നുന്നത്. ശബ്ദം വളരെ ബ്രേക്ക് ആവുന്നുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ നമുക്ക് എഴുതി ഉണ്ടാക്കണമല്ലോ. അപ്പൊ അത് എഴുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അംബേദ്കറിനെ ചെയർമാനായിട്ട്, അംബേദ്കറാണ് അതിന്റെ നേതാവ്, അംബേദ്കറിനെ ചെയർമാനായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉള്ള സമയത്ത് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. അപ്പൊ അതില് 7 മെമ്പേഴ്സ് ആണ് ഉള്ളത്. അതിലെ ചെയർമാൻ അംബേദ്കർ ആണ്. അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് ഹെഡ് ചെയ്തിട്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിയത്. അതിനുശേഷം നമ്മൾ 7 പേര് കൂടി, അതുപോലെ തന്നെ അതിന് മെയിൻ ആയിട്ടുള്ള ആളുകളൊക്കെ കൂടി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ സഭയിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് 299ഓളം മുസ്ലിം ലീഗ് പോയതിനു ശേഷം, പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷം അന്നേരം എക്സിസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ആയിട്ട് ഡിസ്കഷൻ കൊണ്ടുവന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് കൊണ്ടുവന്നു. മുസ്ലിം ലീഗ് പോകുന്നതിന് മുമ്പുള്ള 1946 തുടങ്ങിയിട്ടുണ്ടല്ലോ,
അപ്പോ മുസ്ലിം ലീഗിന്റെ അന്നുള്ള മുസ്ലിം ലീഗിന്റെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ അന്നും ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു. പല മാറ്റങ്ങളും അങ്ങനെ അന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് 7653ഓളം അമെന്റ്മെന്റ്സ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത്രയും മാറ്റങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതില് 2400 ചില്ലാനത്തോളം അമെന്റ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എല്ലാം ശരിയായിക്കൊണ്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരിക്കലും ഇന്ത്യയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഡിസെന്റോട് കൂടിയിട്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷെ അവസാനം എല്ലാവരും ഒപ്പുവെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അംഗീകരിക്കുന്നു. കാരണം എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുള്ള ഒരു രാജ്യം എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ. എല്ലാവരുടെ അഭിപ്രായവും മാനിച്ചുകൊണ്ട് എല്ലാവരെയും ശരിവെച്ചുകൊണ്ട് എന്റെ അഭിപ്രായം അല്ല വേറെ ഉണ്ടാവുക. അപ്പോ അത് മാനിച്ചുകൊണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതേ സ്ഥാനത്ത് മർമ്മപ്രധാനമായിട്ടും മാറ്റങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ എന്താ പറയാ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, അംബേദ്കർ പറഞ്ഞൊരു കോട്ട് ഉണ്ടായിരുന്നു, എത്ര കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര അങ്ങ് നന്നായിട്ടും കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളെ രീതി പോലെ ഇരിക്കും കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ത് പവർ അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുള്ളത് ഏറ്റവും നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ റിസർവേഷൻ എന്നുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അൺടച്ചബിലിറ്റി ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യാനുള്ള നിയമങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 17 പറയുന്നുണ്ട്. അൺടച്ചബിലിറ്റി ആരെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ അവർക്കെതിരെ കേസ് എടുക്കാൻ, അങ്ങനെ വളരെ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഉള്ള, വളരെ എല്ലാവർക്കും സമ്മതിക്കപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ അതിന്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വേണമെന്നുണ്ട്, അതിന്റെ PDF ഞാൻ ജസ്റ്റ് ഫോണിൽ നോക്കിയപ്പോ ഉണ്ട്. വേണമെന്നുണ്ട് ജസ്റ്റ് അയച്ചുതരാം. ജസ്റ്റ് അത് ഒന്ന് വായിച്ചു, വെറുതെ ജസ്റ്റ് ഒരു എന്താ പറയാ, നമുക്ക് എൻട്രൻസ് ഓറിയന്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി സിംപ്ലി. അപ്പോ ഇത് ക്ലിയർ ആയില്ലേ? ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സെഷൻ വെച്ചതാണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിച്ചോളൂ. അപ്പൊ അവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ്. ആ 7 പേരുടെ പേരൊന്ന് മനസ്സിൽ വെച്ചോ, ആരൊക്കെയായിരുന്നു ആ 7 പേര്. അതിൽ മുസ്ലിം മെമ്പർ ആരായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹു വാസ് ദ മുസ്ലിം മെമ്പർ ഇൻ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മരിച്ചുപോയ ആളുണ്ട്, അവർക്ക് റീപ്ലേസ് ചെയ്ത ആരായിരുന്നു. ആ ജസ്റ്റ് 7 പേര് ഞാൻ ആ PDF നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ഡൗട്ട് ഉള്ളത്? അഖില, എല്ലാം ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ് അല്ലെ? അപ്പൊ ഇതൊന്നും ഒരു ടഫ് ഉള്ള കാര്യമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ തന്ന മെറ്റീരിയലിൽ നിന്നും എൻട്രൻസിൽ വരുന്ന തോന്നുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾക്ക് അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ നടത്തും സബ്ജക്ട് വൈസ് ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ആർട്ടിക്കിൾ 1 മുതൽ ഓരോന്ന് എന്താണ് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 395 ആർട്ടിക്കിൾ ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് അത് മാത്രം ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ. ഓക്കെ, അപ്പോ നമുക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം അല്ലെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സാർ, നമ്മൾ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ഇലക്ടറൽ കോളേജ് വഴിയല്ലേ? അതെ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? പ്രസിഡന്റിന്റെ ഇലക്ടോറൽ കോളേജ് എന്ന് പറയുന്നത് ലോക്സഭയിലെ എല്ലാ ഇലക്ടഡ് മെമ്പേഴ്സും, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം, ഇലക്ടഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരും എന്ന് വെച്ചാൽ ജനങ്ങൾ ഡയറക്റ്റ് എലക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഇലക്ട് ചെയ്തിട്ട് എത്തിയിട്ടുള്ള, എന്ന് വെച്ചാൽ എല്ലാ MLA-മാരും. ഓക്കെ, എല്ലാ MLA-മാരും, ഓൾ MLAs ഫ്രം സ്റ്റേറ്റ്സ് ആൻഡ് UTs, ഇലക്ടഡ് MLAs കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എല്ലാ MLA-മാരെന്ന് പറയാൻ പറ്റില്ല, കാരണം അതില് ഏതെങ്കിലും രീതിയിലുള്ള ഈ റെപ്രസെന്റേഷൻ മുമ്പ് ഓൾ ഇലക്ടഡ് മെമ്പേഴ്സിന്റെ വാക്ക് ശ്രദ്ധിക്കുക. ഓൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല കേട്ടോ.
കാരണം എല്ലാ സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല, അതുകൊണ്ട് എല്ലാ ഓൾ മെമ്പേഴ്സ് ഫ്രം ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതുപോലെ തന്നെ ഓൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ ലോക്സഭ. കാരണം മുമ്പ് ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻസിന്റെ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരെ നോമിനേറ്റ് ചെയ്യാറുണ്ട്, ഇപ്പൊ അതില്ല. അപ്പൊ എന്നാൽ പോലും നിങ്ങൾ പറയേണ്ട ഓൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഫ്രം ലോക്സഭ. അതുപോലെ തന്നെ ഓൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഇൻ രാജ്യസഭ. ഓക്കെ, കാരണം 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത ആളുകൾക്ക് പ്രസിഡന്റിന് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അല്ലാതെ MLA മാർ എലക്ട് ചെയ്ത MP മാർക്കൊക്കെ പ്രസിഡന്റിന് വോട്ട് ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ വൈസ് പ്രസിഡന്റിന് ആരൊക്കെയാണ് വോട്ട് ചെയ്യുക? വൈസ് പ്രസിഡന്റിന് ലോക്സഭയിലും രാജ്യസഭയിലുള്ള എല്ലാ മെമ്പേഴ്സും വോട്ട് ചെയ്യും. ഓക്കെ, അത് നോമിനേറ്റ് ചെയ്ത ആളുകളും വോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് MLA മാര് വൈസ് പ്രസിഡന്റ് വോട്ട് ചെയ്തില്ല കേട്ടോ, അതും കൂടി നോട്ട് ഡൗൺ ചെയ്യുക. അത് നിങ്ങൾക്ക് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് തരും, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ തരും, നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിക്കോ. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോ. അൻഷിദ് എല്ലാം ക്ലിയർ അല്ലേ? അൻഷിദ്, അഖില, അൻഷിദ, ഫാത്തിമ സെൻ. അപ്പൊ ആ ഫാത്തിമ ബത്തൂലിനോട് ഒന്ന് പറയട്ടോ, എന്തെങ്കിലും സെന ഒന്ന് ക്ലിയർ ചെയ്യോ? സെനയുടെ ഫ്രണ്ട് ആണോ? ഓക്കെ, എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ ക്ലാസ് ഇത് റെക്കോർഡ് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഓക്കെ, അഖിലയും അൻഷിതയും +2 അല്ലേ? അല്ല സർ, അൻഷിത +1 ആണോ? അല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ. അപ്പോ അത് ഡ്രോപ്പ് ചെയ്തിട്ട് 5 ഇയർ LLBക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ. ഓക്കെ ഓക്കെ, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എവിടെയാണ് ഡിഗ്രി ചെയ്യുന്നത്? ഡിഗ്രി കൊടുവള്ളി. കൊടുവള്ളി. ഓക്കെ ഓക്കെ, ഏത് കോഴ്സാണ് ചെയ്യുന്നത്? മലയാളം. മലയാളം. ഓക്കെ, അപ്പൊ അഥവാ ഇത് ക്ലാറ്റ് നല്ല കോളേജുകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മലയാളം ഫിനിഷ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി 3 ഇയർ LLBക്കും പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പോ പിന്നെ ആരായിരുന്നു? അഖില ഏതാണ്? സാർ എനിക്കൊരു ഡൗട്ട്, ഈ പോക്കറ്റ് വെറ്റോ എന്താ? എന്താണ് പോക്കറ്റ് വെറ്റോ? പോക്കറ്റ് വിറ്റോ? ഒന്ന് ടൈപ്പ് ചെയ്യോ? അഖില ഏതാണ് ക്ലാസ്? ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? പോക്കറ്റ് വീറ്റോ. വീറ്റോ പവർ എന്ന് പറയുന്നത് എന്താണ്? 3 +2 ആണോ അതോ +1 ആണോ? നോ സർ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. എവിടെയാണ് പഠിക്കുന്നത്? അൻഷിതന്റെ കൂടെ. ഓക്കെ, മലയാളം തന്നെയാണോ? നോ സർ, പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ്. ഓക്കെ ഓക്കെ, അപ്പോ +1 ഡിഗ്രി ഫസ്റ്റ് ഇയർ നല്ല കോളേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സർ, ഡിഗ്രി ഒരു ഇതില്ല, അപ്പോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അമെന്റ്മെന്റ് വരികയാണ്. ഓക്കെ, ഒരു പുതിയൊരു അമെന്റ്മെന്റ് വരുമ്പോ അതിന്റെ അകത്ത് ഏത് രീതിയിൽ പ്രസിഡന്റിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയില്ല. ഇത് ഡിഫറെന്റ് BA LLB ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അൻഷിത ഒരു മിനിറ്റ്. അപ്പൊ പോക്കറ്റ് വീറ്റോ എന്നുള്ളത് ജസ്റ്റ് എന്താ പറയാ, ഇപ്പൊ ഒരു പുതിയൊരു അമെന്റ്മെന്റ് വരികയാണ്, ആ അമെന്റ്മെന്റ് ബ്ലോക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പൊ റീസെന്റ് EWS റിസർവേഷൻ വന്നിട്ടുണ്ട്. എക്കണോമിക് വീക്കർ സെക്ഷന് 10% എന്ത് കൊടുക്കുക, റിസർവേഷൻ കൊടുക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ ഓൾറെഡി റിസർവേഷൻ കിട്ടാത്തല്ലാത്ത ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്ക്, ജനറൽ എന്ന് പറയുമ്പോൾ അപ്പർ കാസ്റ്റിന് സ്പെസിഫിക്കലി, ഇപ്പൊ അപ്പർ കാസ്റ്റിന് റിസർവേഷൻ കൊടുക്കുക എന്നുള്ള ഒരു പുതിയൊരു അമെന്റ്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അപ്പോ ഈ BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാത്ത വേറൊരാളാണ് പ്രസിഡന്റ്. എന്ന് വെച്ചാല്
പ്രണബ് മുഖർജി BJP അധികാരത്തിൽ വന്ന തുടക്കത്തിലെ സമയത്തൊക്കെ പ്രണബ് മുഖർജി പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇപ്പൊ വേറൊരാളാണ് പ്രസിഡന്റ് എന്നുണ്ടെങ്കിൽ ആ പ്രസിഡന്റ് എന്ത് ചെയ്യാണ്, ഈ അമെന്റ്മെന്റിനെതിരെ ഒരു പോക്കറ്റ് വീറ്റ് കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇതൊക്കെ വളരെ റെയർലി എക്സസൈസ് ചെയ്യുന്ന ഒരു പവറാണ്, പ്രസിഡന്റിനുള്ള ഒരു പവറാണ്. എനിവേ അത് ഞാൻ ഒന്നും കൂടി കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഓക്കെ. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ 2 ഡിഗ്രിക്കാരുണ്ട് അല്ലെ ഇതിന്റെ അകത്ത്. പിന്നെ സെന +2 അല്ലെ, സെന 19. അൻഷിത് ഇപ്പൊ എന്താ ചോദിച്ചു? BA LLB. Is there a difference for BA LLBs in different universities? അത് ഞാനിപ്പോ എല്ലാ കോളേജിന്റെയും ഏതൊക്കെ BA ഡിഗ്രീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അറിയില്ല. എന്തായാലും അവര് BA-യിലെ ഏതൊക്കെ കോഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓരോ കോളേജിന്റെ ഡിസ്ക്രിഷണറി ആണ്. എനിവേ LLB-യുടെ എല്ലാ സബ്ജക്ട്സും അത് പഠിക്കാനുണ്ടാവും. ഭയങ്കരമായിട്ട് ടഫായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ ഞാൻ LLB ആണ് ചെയ്യുന്നത്, BCom കഴിഞ്ഞിട്ടാണ് LLB ചെയ്യുന്നത്. അപ്പോ അൻഷിത് ഇന്നലെ ചോദിക്കുന്നുണ്ടായിരുന്നു. അൻഷിത് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, എന്താണ് അൻഷിതിന്റെ അതിലെ പ്രശ്നം കാണുന്നത്, അതിലെന്താണ് ഇഷ്യൂ? BA LLB ചെയ്യാനാണോ താല്പര്യം, അതോ BCom LLB ഏത് ചെയ്യാനാണ് താല്പര്യം? അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രിഫർ ചെയ്യുമ്പോൾ ഏതാണ് ബെസ്റ്റ്? അഡ്മിനിസ്ട്രേറ്റീവ് ലോ ലോ ഏത് ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മളെ ഒരു എല്ലാവർക്കും കിട്ടുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നിഷൻ ഉള്ള ലോ ഡിഗ്രി തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ LLM-ലൊക്കെയാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ഹ്യൂമാനിറ്റേറിയൻ ലോയിലേക്ക് പോകുന്ന ആളുകള്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലോയിലേക്ക് പോകുന്ന ആളുകള്, ഫൈനാൻഷ്യൽ ലോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന എന്ന് പറയുന്ന കാര്യങ്ങള് നമ്മുടെ LLB കഴിഞ്ഞതിന് ശേഷമാണ്. LLB പഠിക്കുമ്പോൾ അതിന്റെ കൂടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനിലൊക്കെ, അതൊക്കെ നമുക്ക് കിട്ടുന്ന കോളേജിൽ ഏതാണ് ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും മനുഷ്യർ ഇപ്പൊ +1 അല്ലേ, നമുക്ക് ഒരു വർഷത്തിന്റെ മുകളിൽ ചിന്തിക്കാനും അവർക്ക് സമയമുണ്ടല്ലോ. നമ്മൾ എന്തായാലും ഇപ്പൊ എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. മാക്സിമം NLUs തന്നെ ഇപ്പൊ 1.5 വർഷം സമയമുള്ളത് കൊണ്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ നോക്കുക. അപ്പൊ അവിടെയുള്ള ഓപ്ഷൻസ് നമുക്ക് ആ സമയത്ത് പ്രിഫർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു അതിൽ കാര്യം പറയാനുള്ളത്, UPSC-ന്റെ എക്സാം ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ എത്തുന്നതിന് മുമ്പ് നമുക്ക് പ്രിലിംസ് എക്സാം ഉണ്ട്, 9ഓളം മെയിൻസിന്റെ പരീക്ഷ ഉണ്ട്. ഇതൊക്കെ പാസ്സായിട്ടാണ് നമ്മൾ അങ്ങോട്ട് എത്തട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? NLU-ല് ഫീ ഉണ്ട്. NLU-ല് ഒരു 1 lakhന്റെ അടുത്തൊക്കെ ഇപ്പൊ ഫീസ് വരുന്നുണ്ട്. അങ്ങനെ ഫീസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന് സ്റ്റഡി ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫീസ് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ കുസാറ്റിലൊക്കെ കോഴ്സ് ഉണ്ട്, 5 year കുസാറ്റിലുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ലോ കോളേജ്, ഗവൺമെന്റ് ലോ കോളേജസ് ഉണ്ട്. പിന്നെ ജാമ്യയിലൊന്നും ഫീസ് വളരെ കുറവാണ്, 10,000 ബിലോ വരും. അതുപോലെ തന്നെ അലിഗഡ് ഉണ്ട്. ഇതൊക്കെ നാഷണൽ സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് തന്നെ വേറെ ഉണ്ട്, അതിലൊക്കെ നോക്കാം. പിന്നെ NLU-ന്റെ ഫീസ് ഇഷ്യൂ മാത്രം വിചാരിച്ചിട്ട് ജോയിൻ ചെയ്യാതിരിക്കരുത്, ട്രൈ ചെയ്യാം. കിട്ടിയതിനു ശേഷം ഫീ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കുക. അതിന് ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോ ആദ്യം കിട്ടട്ടെ, ഫീസ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. ഓക്കെ, എനിവേ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓരോരുത്തരായിട്ട് പേര് വിളിച്ച് ചോദിക്കണ്ടാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്ന് ചോദിച്ചോ. എന്താണ് ഇനിയിപ്പോ ചെയ്യേണ്ടത്, ഏത് കോഴ്സ് ആണ്? ഇപ്പൊ ഫ്രീ ആണ്, ഇപ്പൊ തിരക്കൊന്നുമില്ല. അപ്പോ അപ്പാർട്ട് ഫ്രം ക്ലാസ് ഞാൻ റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ആക്കാം.